എല്ലാവരും നശിച്ചുപോയി. രണ്ടാമത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നുകൂടെ ഊതാൻ പറയും. ആ മലക്കിന് അല്ലാഹു റൂഹ് കൊടുത്തിട്ട് രണ്ടാമത് ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്കുണ്ടല്ലോ, ആ മലക്കിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഊതാൻ പറയുകയാണ്. ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂറന്ന കാഹളത്തിൽ ഊതുമ്പോൾ മണ്ണിന്റെ അടിയിൽ കിടക്കുന്നവർ മുഴുവനും എഴുന്നേറ്റ് വരികയാണ്. അല്ലാഹുവേ പടച്ചവനെ, ഈ ഭൂമിയുടെ മടിത്തട്ടിൽ കിടക്കുന്ന എല്ലാവരും എഴുന്നേറ്റ് വരികയാണ്. സർവചരാചരങ്ങളും എഴുന്നേറ്റ് വരികയാണ്. പടച്ചവനെ, ചെട്ടിപ്പതായി നാട്ടിലെ പള്ളിയുടെ ഖബർസ്ഥാൻ ഉണ്ടല്ലോ, ആ ഖബർസ്ഥാനിൽ നിന്ന് ജനങ്ങൾ മുഴുവനും എഴുന്നേറ്റ് വരികയാ. കൊണ്ടുപോയി ഖബറടക്കിയത് എങ്ങനെയാണ്? നല്ലതുപോലെ കുളിപ്പിച്ചു, പടച്ചവനെ അതാ വുളുവെടുപ്പിച്ചു, സുഗന്ധങ്ങൾ തേച്ചു, വെള്ള തുണികൾ പൊതിഞ്ഞു. എന്നിട്ട് എല്ലാവരും കൂടെ പടച്ചവനെ ഇവിടത്തെ പള്ളിപ്പറമ്പിൽ എന്നെയും നിങ്ങളെയും കൊണ്ടുപോയി ഖബറടക്കുകയാണ്. മനോഹരമായ രീതിയിൽ മനുഷ്യന്റെ കോലത്തിലാണ് ഖബറിന്റെ അകത്ത് കൊണ്ടുപോയി അടക്കിയത്. എങ്കിലും നാളെ പടച്ചറപ്പിന്റെ പരലോകത്തേക്ക് ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് രണ്ടാമത് മോതുമ്പോൾ ഖബറിന്റെ അകത്ത് നിന്ന് ജനങ്ങളെ എഴുന്നേറ്റ് വരികയാ. മനുഷ്യന്റെ രൂപത്തിലല്ല, പല പല വ്യത്യസ്തമായ രൂപങ്ങളിലാണ് എഴുന്നേറ്റ് വരുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് തന്റെ സ്വഹാബത്തിനോട് പറയുകയാണ്, 41 വിഭാഗത്തിലാണ് ജനങ്ങൾ എഴുന്നേറ്റ് വരുന്നത്. പട്ടിയുടെ കോലത്തില്, പന്നിയുടെ കോലത്തില്, കഴുതയുടെ രൂപത്തില്, പേപ്പട്ടിയെ പോലെ നാക്കിങ്ങനെ നീട്ടിക്കൊണ്ടുവരുന്നവർ, മുഖത്തു മാംസമില്ലാത്തവർ, കുഷ്ഠരോഗിയെ പോലെ വരുന്നവർ, നടന്നു വരുന്നവർ, ഇഴഞ്ഞു വരുന്നവർ, പടച്ചവനെ ഉഹുദുമലയോളം വലിപ്പമുള്ള വയറ് വലിച്ചു കൊണ്ടുവരുന്നവർ, പിന്താരങ്ങളിൽ വലിയ വലിയ കൊടികൾ കുത്തികൊച്ചു കൊണ്ടുവരുന്നവർ, ഇതുപോലെ പല വിഭാഗങ്ങളിലാണ് ജനങ്ങൾ ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്നത്. എന്റെ പ്രിയമുള്ള സഹോദരാ, ഉമ്മ പ്രസവിച്ചിട്ടതുപോലെ ചേലാകർമ്മം ചെയ്തിട്ടില്ല. പടച്ചവനെ, ഒരാൾക്കും ഉടുതുണിയില്ല. നഗ്നരായിട്ട് പേടിച്ച് വിറച്ചുകൊണ്ട് പടച്ചവനെ, ആരാണ് എന്നെ വിളിച്ചുണർത്തിയത് എന്ന് പേടിച്ച് വിറച്ചുകൊണ്ട് ജനങ്ങൾ മുഴുവനും എഴുന്നേറ്റ് വരികയാണ്. നഗ്നരായി നടന്നു പോവുകയാണ്. അല്ലാഹു അനുവാദം കൊടുത്തവനല്ലാതെ ഒരുത്തരം തല ഉയർത്തില്ല. ഒരാളും നാളെ പടച്ചറപ്പിന്റെ പരലോകത്തില് അല്ലാഹു അനുവാദം കൊടുത്തവരല്ലാതെ സംസാരിക്കില്ല. ഒരു മനുഷ്യനും തല ഉയർത്തില്ല. പടച്ചവനെ പേടിച്ച് വിറച്ചുകൊണ്ട് ഇങ്ങനെ അതാ ആട്ടും കൂട്ടങ്ങളെ നയിച്ചു കൊണ്ടുവരുന്നത് പോലെ അതാ ഖബറിൽ നിന്ന് എഴുന്നേൽക്കുന്നവരെ മലക്കുകൾ ഇങ്ങനെ നയിച്ചു കൊണ്ടുപോവുകയാണ്. റബ്ബേ, ചെമ്പിന്റെ തറയിലാണ് ചെറുപ്പക്കാരാ, എല്ലാവരും ചെമ്പിന്റെ തറയിലാണ്. പടച്ചവനെ, ചെരുപ്പില്ല, വസ്ത്രമില്ല, ചെരുപ്പിന്റെ തറയിലാ, ചെമ്പിന്റെ തറയിലാണ് നിൽക്കുന്നത്. പടച്ചവനെ, 15 ലക്ഷത്തോളം വരുന്ന കിലോമീറ്ററുകളിൽ മുകളിൽ നിൽക്കുന്ന സൂര്യനുണ്ടല്ലോ, ആ ഉച്ച സമയത്ത്, ഇന്നുച്ച സമയത്ത് ഉദിച്ചു നിന്ന സൂര്യന്റെ ചൂടുണ്ടല്ലോ, ഈ പാതിരാത്രി 10 മണിക്ക് ഇവിടെ ഇരുന്നിട്ട് പോലും നിന്റെ ശരീരം വിയർക്കുകയാ. നമ്മളെ കൊണ്ട് സഹിക്കാൻ കഴിയുന്നില്ല. എങ്കിലും നാളെ പടച്ചുറപ്പിന്റെ പരലോകത്ത് ചെമ്പിന്റെ തറയിൽ നിൽക്കുമ്പോ ഈ സൂര്യൻ ഒരു ചാണ് മുകളിൽ ഇങ്ങനെ തലയുടെ മുകളിൽ വന്ന് നിൽക്കുകയാണ്. ഒരേ ഒരു ചാണ് മുകളില് അല്ലാഹുവിന്റെ സൂര്യൻ ഇങ്ങനെ ഉദിച്ചു നിൽക്കുകയാണ്. റബ്ബേ, അതാ നമ്മുടെ ശരീരം, നമ്മുടെ തലച്ചോറുണ്ടല്ലോ, അതിങ്ങനെ ഉരുകുകയാണ്. നമ്മുടെ തലയുണ്ടല്ലോ, തലച്ചോറുണ്ടല്ലോ, ചിലരുടെ തലച്ചോറുകൾ അവരുടെ മുഖത്തുകൂടെ ഇങ്ങനെ ഒലിച്ചിറങ്ങുകയാ. അല്ലാഹുവേ, വിയർപ്പിങ്ങനെ ഒഴുകി ഒഴുകിയതാ ഭൂമിയിലേക്ക് താഴുന്നില്ല. ചെമ്പിന്റെ തറയായത് കാരണം പടച്ചവനെ, വെള്ളം ഇങ്ങനെ അവന്റെ മുകളിലേക്ക്, അവന്റെ ശരീരത്തിൽ നിന്ന് വീഴുന്ന വെള്ളം അവന്റെ കാലിന്റെ ചുവട്ടിൽ കെട്ടിക്കിടക്കുകയാണ്. അല്ലാഹുവേ, മുട്ടുവരെ, അരവരെ, നെഞ്ചുവരെ, കഴുത്ത് വരെ ജനങ്ങൾ ഇങ്ങനെ വിയർപ്പിന്റെ അകത്ത് മുങ്ങി താഴുകയാണ്. എല്ലാവരും ഇങ്ങനെ പടച്ചുറപ്പിന്റെ കോടതിയില് ഭയന്ന് വിറച്ചുകൊണ്ട് നിൽക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, സ്വഹാബാ,
എല്ലാവരും അല്ലാഹുവിന്റെ കോടതിയിൽ ഇങ്ങനെ നിൽക്കുമ്പോ അതാ ഒരു സിംഹാസനം മലക്കുകൾ കൊണ്ടുവരികയാണ്. ഒരു മനോഹരമായ സിംഹാസനമുണ്ടല്ലോ അല്ലാഹുവേ. എല്ലാവരും കണ്ണുകള് എല്ലാവരും ആ കാണുന്ന സിംഹാസനം കാണുമ്പോ ജനങ്ങളുടെ മുഖമങ്ങ് വല്ലാതെ അത്ഭുതപ്പെടുകയാണ്. മനോഹരമായ ഒരു സിംഹാസനമുണ്ടല്ലോ അതാ കൊണ്ടുവന്ന് വെക്കുകയാണ്. പടച്ചവരെ എല്ലാവരും അത്ഭുതത്തോടെ നോക്കുകയാണ്. അവിടെ നിന്ന് ചോദിക്കുന്നു, ആ സിംഹാസനം ആർക്കുള്ളതാണോ? പ്രവാചകന്മാർക്കുള്ളതാണോ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാ. അതാ സ്വഹാബത്ത് ചോദിക്കുന്നു, നബിയേ ഈ കാണുന്ന സിംഹാസനം പ്രവാചകന്മാർക്കുള്ളതാണോ? എല്ലാവരും അത്ഭുതപ്പെട്ടു പോവുകയാണ്. എല്ലാവരും ആ സിംഹാസനം ആരുടേതാണെന്നറിയാറ് അവിടെ നിന്ന് ചോദിക്കുമ്പോ വിളിച്ചു പറയുന്നു, ഇത് പ്രവാചകന്മാർക്കുള്ളതല്ല. ഈ സിംഹാസനത്തിന്റെ അവകാശി പ്രവാചകന്മാരല്ല, സുഹദാക്കളാണോ നബിയേ? അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി പോരാടി വീരമൃത്യം വരിച്ച ബദറിലും ഉഹദിലും ഹൻദക്കിലും ഖൈബറിലും തബൂക്കിലും യർമൂക്കിലും പടച്ചവനെ അല്ലാഹു കൊടുത്ത ജീവിതം അല്ലാഹു തിരിച്ചു കൊടുത്ത സുഹദാക്കളുണ്ടല്ലോ, അവർക്കുള്ളതാണോ നബിയേ? ഇല്ല സ്വഹാബാ. പിന്നെ ആർക്കുള്ളതാ നബിയേ? നാളെ പടച്ചറബിന്റെ പരലോകത്ത് അള്ളാന്റെ കോടതിയിലോ കൊണ്ടുവച്ചിരിക്കുന്ന സിംഹാസനത്തിന്റെ ഉടമയാരെന്നറിയുവോ? അത് കാണുമ്പോ എല്ലാവരും കൊതിച്ചു പോവുകയാണ്. എനിക്ക് അല്ലാഹു അത് നൽകിയിരുന്നെങ്കിലോ, അതിന്റെ അവകാശി ഞാനായിരുന്നെങ്കിലോ. എല്ലാവരും അത്ഭുതപ്പെട്ടു പോകുന്ന മനോഹരമായ ഒരു സിംഹാസനമുണ്ടല്ലോ, അതാർക്കെന്നറിയുമോ? അതിന്റെ അവകാശിയാണെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു തരികയാ. ഡിസംബർ 31 അവസാന ദിവസത്തില് അതാ ഒരു വർഷക്കാലം നമ്മൾ നിന്ന് വിട പറയാ പോകാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോ ദുനിയാവിലെ സ്വർഗത്തിന് നന്മ കേൾക്കാമെന്നവരെ മുത്തുനബിയോട് സ്വഹാബത്ത് ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ അതാർക്കുള്ളതാ നബിയേ? അതാർക്കുള്ളതാ നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുന്നു, സ്വഹാബാ അൽ മുതഹാബൂന ഫില്ലാഹ്. ആ സിംഹാസനം ആർക്കുള്ളതാണെന്നറിയുമോ? അല്ലാഹുവിന് വേണ്ടി സ്നേഹിച്ച, അല്ലാഹുവിന് വേണ്ടി സ്നേഹിച്ച രണ്ട് കൂട്ടുകാർക്കുള്ള പ്രതിഫലമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, നാളെ ഒരു സിംഹാസനം പരലോകത്ത് കൊണ്ടുവരും. അല്ലാഹുവേ പടച്ചവനെ കാണുമ്പോ കൊതി തോന്നും. എല്ലാവരും ഇങ്ങനെ ഒരു സിംഹാസനം, മനോഹരമായൊരു സിംഹാസനം. നബിയെ പ്രവാചകന്മാർക്കുള്ളതാണോ? അല്ല. ശുഹദാക്കൾക്കുള്ളതാണോ? അല്ല. പിന്നെ ആർക്കുള്ളതാ നബിയെ? എല്ലാവരും അതിനകത്തേക്ക് പോയിരിക്കാൻ ആഗ്രഹിക്കും. ആ സിംഹാസനത്തിൽ അള്ളാഹു അതിന്റെ അവകാശികളായി തെരഞ്ഞെടുക്കുന്നത് ആരെയെന്നറിയുമോ? അള്ളാഹിക്ക് വേണ്ടി സ്നേഹിച്ച രണ്ട് കൂട്ടുകാർ അള്ളാഹു അവർക്ക് കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഉറക്ക നബിയുനാ റസൂലുള്ളാഹി. അള്ളാഹുവിന് വേണ്ടി സ്നേഹിച്ച രണ്ട് കൂട്ടുകാർക്കുള്ളതാണ് ആ സിംഹാസനം. അള്ളാഹു അത് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഡിസംബർ 31 നമ്മളിൽ നിന്ന് വിട പറയുമ്പോ അള്ളാഹുവിന്റെ പരലോകത്ത് പടച്ച റബ്ബ് കൊണ്ടിടുന്ന ആ സിംഹാസനത്തിലിരിക്കാൻ എനിക്കും ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഇന്ന് എന്റെ കൂട്ടുകാരോട്, എന്റെ സഹോദരിമാരോട്, എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാനൊരു കൂട്ടുകാരനെ പോലെ നിങ്ങളോട് വഅദ് പറയുകയാണ്. ഞാനൊരു കൂട്ടുകാരനാകണം. ഇന്നത്തെ ഈ രാത്രിയിൽ എന്റെ വഅദ് കേട്ടിട്ട് ഒരാളെങ്കിലും നേരെയായ, എന്റെ കയ്യിലൊന്നുമില്ല, അവൻ എന്റെ കയ്യിൽ ചെയ്തു വെച്ചിരിക്കുന്ന അമലുകൾ കൊണ്ട് എനിക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റൂല, പക്ഷെ ഈ പറയുന്നത് കേട്ടിട്ട് ഒരാളെങ്കിലും നന്നായ അവന്റെ കയ്യിലെങ്കിലും പിടിച്ചു പോകാൻ അള്ളാഹു നമുക്കൊക്കെ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അതുകൊണ്ട് മുത്തുനബി പറയുകയാ, അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്ക്, അള്ളാഹിന് വേണ്ടി സ്നേഹിക്ക്, അവർക്ക് നാളെ ഈ സിംഹാസനത്തിൽ ഇരിക്കാം. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ കൂട്ടുകാരോട് ഒരു നല്ല കൂട്ടുകാരനെ പരിചയപ്പെടും.
പരിചയപ്പെടുത്താനാ ഞാൻ വന്നേ. നിങ്ങൾക്കൊക്കെ പഠിക്കാൻ, നിങ്ങൾക്കൊക്കെ പാഠമാക്കാൻ ഒരു നല്ല കൂട്ടുകാരനെ ഞാൻ പറഞ്ഞു തരാം. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഒരു നല്ലൊരു കൂട്ടുകാരനെ പറഞ്ഞു തന്നിട്ട് ഞാൻ പോകാം. ഒരു നല്ല കൂട്ടുകാരൻ, ആ കൂട്ടുകാരനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി എനിക്കും നിങ്ങൾക്കും കൂടെ കൂട്ടാൻ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു തരുന്നുണ്ട്. മുത്തുനബി അവിടെ നിന്ന് പറഞ്ഞു തരുന്നു. ചരിത്രത്തിൽ നമുക്ക് കാണാം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പരിശുദ്ധ മരണത്തെക്കുറിച്ചുള്ള ചിന്തകൾ നമ്മളിലേക്ക് കടന്നു വരണം. മരണത്തെക്കുറിച്ച് അവിടെ നിന്ന് പരിശുദ്ധമായ ഖുർആന് പരിചയപ്പെടുത്തുമ്പോ മരണത്തെക്കുറിച്ചുള്ള ഒരു കാര്യങ്ങൾ അല്ലാഹു അവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ പരിശുദ്ധമായ ഖുർആൻ ഇങ്ങനെ ബോധുകയാണ്. അതാ ഒരു ചെറുപ്പക്കാരനുണ്ടല്ലോ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഖുർആനിന്റെ അകത്ത് മരണത്തിന് ശേഷമുള്ള ജീവിതത്തെ കുറിച്ച് പറയുന്ന, അല്ലാഹുവേ മരണത്തിന് ശേഷമുള്ള യഥാർത്ഥമായ ജീവിതത്തെ കുറിച്ച് പറയുന്ന അതാ പല ആയത്തുകൾ ഇങ്ങനെ ഓതുമ്പോ ഒരു ചെറുപ്പക്കാരൻ തന്റെ വീട്ടിലേക്ക് കടന്നു പോവുകയാണ്. ഈ പാതിരാത്രി ഒരുമിച്ച് കൂടിയ ആണിനും പെണ്ണിനും കൂട്ടുകൂടാതെ നിങ്ങൾ ഈ കൂട്ടുകാരനെ പോലെയാകെ നിങ്ങൾ ഇന്നത്തെ രാത്രി മുതൽ പടച്ചവനെ 2020 തുടങ്ങുമ്പോ നിങ്ങൾ ആരെ പോലെയാകണമെന്നറിയുമോ? റബീഅത്ത് ബിൻ ഹുസൈം എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ പോലെയാകണം. ആരാ റബീഅത്ത് ബിൻ ഹുസൈം എന്നറിയുമോ? അല്ലാഹുവേ, അതാ മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതത്തെ കുറിച്ച് അവിടുന്ന് ഖുർആൻ ഇങ്ങനെ ബോധിക്കൊണ്ടിരിക്കുമ്പോൾ കബറും കബറും ആ കബറിന്റെ അകത്തുള്ള അദാബുകളും നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് കടന്നു വരുമ്പോ ആ പരലോകത്തിന്റെ അവസ്ഥകളും അതിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന പരിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് ഇങ്ങനെ കേട്ടപ്പോ ഈ റബിയ എന്ന് പറയുന്ന ചെറുപ്പക്കാരനുണ്ടല്ലോ, തന്റെ വീട്ടിലേക്ക് കടന്നു പോവുകയാണ്. തന്റെ വീട്ടിലേക്ക് കടന്നുപോയി. എന്നിട്ട് മണ്ണ് കുഴിക്കുന്ന ആയുധമെടുത്തു കൊണ്ടുവന്ന് വീടിന്റെ മുന്നിൽ ഒരു കബറങ്ങ് കുഴിക്കുകയാണ്. തന്റെ വീടിന്റെ വാതിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുമ്പോ അല്ലാഹുവേ കാണുന്നതിന് വേണ്ടി തന്റെ വീടിന്റെ മുന്നിൽ ഒരു കബർ ഇങ്ങനെ കുത്തിയിടുകയാണ്. അവസാന കബറിന്റെ പണിയെല്ലാം പൂർത്തിയായി. അത് കഴിഞ്ഞ എല്ലാ ദിവസവും രാവിലെ വീട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ ഈ ചെറുപ്പക്കാരെ കബറിന്റെ അകത്തേക്ക് ഇറങ്ങുകയാണ്. കബറിന്റെ അകത്തേക്ക് ഇറങ്ങുകയാണ്. എന്നിട്ട് മയ്യത്തുകളെ കിടത്തുന്നത് പോലെ കബറിന്റെ അകത്ത് ഇറങ്ങിക്കിടക്കുകയാണ്. എന്നിട്ട് ആ കബറിന്റെ അകത്ത് കിടന്ന് കരയുകയാ. ഒരുപാട് സമയം കബറിന്റെ അകത്ത് കിടന്ന് കരയുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് തന്റെ ആവശ്യത്തിലേക്ക് പോയി. അവസാനം എല്ലാ ജോലികളും തിരക്കുകളും കഴിഞ്ഞ് അവസാന പാതിരാത്രി തന്റെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ അപ്പോഴും വീടിന്റെ കവാടത്തിൽ കുടിച്ചിട്ടിരിക്കുന്ന ആ കബറുണ്ടല്ലോ, ആ കബറിന്റെ അകത്ത് പിന്നെയും ഇറങ്ങിക്കിടക്കുകയാണ്. എന്നിട്ട് അതിനകത്ത് കിടന്ന് കരയുകയാ. അല്ലാഹുവേ, എന്താണ് അവിടെ കിടന്ന് പറയുന്നതെന്നറിയുമോ? കബറിന്റെ അകത്ത് കിടക്കുന്ന മനുഷ്യരുണ്ടല്ലോ, അവര് കബറിന്റെ അകത്ത് കിടന്ന് യാചിക്കുമെന്നാണ്. അല്ലാഹുവേ, ഒരവസരം തന്നാൽ, പടച്ചവനെ ഒരു ചാൻസ് കൂടെ തന്നാൽ ഞാൻ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാ എന്ന് കബറിന്റെ അകത്ത് കിടന്ന് അതാ കബറാളികളെ യാചിക്കുന്നത് പോലെ ഈ ചെറുപ്പക്കാരൻ വീടിന്റെ മുന്നിൽ കുടിച്ചിട്ടിരിക്കുന്ന കബറുണ്ടല്ലോ, ആ കബറിന്റെ അകത്ത് ഇറങ്ങിക്കിടന്നിട്ട് മയ്യത്ത് വിളിച്ചു പറയുന്നത് പോലെ പറയുന്നു, അല്ലാ പടച്ചവനെ എനിക്കൊരവസരം തന്നിരുന്നെങ്കില്, പടച്ചവനെ ഞാൻ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ തമ്പുരാന്, ഞാൻ നിസ്കരിക്കാൻ തമ്പുരാന്, ഞാൻ ഖുർആൻ ഓതാ തമ്പുരാന്, ഞാൻ ദിക്റുകൾ പറയാ തമ്പുരാന്, ഞാൻ അല്ലാഹുവേ സദഖകൾ കൊടുക്കാ തമ്പുരാന്, എനിക്കൊരവസരം തരണേ എന്ന് ഈ ചെറുപ്പക്കാരൻ തന്റെ വീടിന്റെ മുന്നിൽ കബറ് കുഴിച്ചിട്ടിട്ട് രാവിലെയും വൈകിട്ടും ആ കബറിന്റെ അകത്ത് ഇറങ്ങിക്കിടന്ന് കരയുകയാ. റബീഅത്ത് ബിൻ ഹൈസം എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ മരണത്തിനെ കുറിച്ച്, കബറിന്റെ ജീവിതത്തെ കുറിച്ച് ഖുർആൻ പറഞ്ഞ ഒരു ആയത്ത് ഇങ്ങനെ ഓതിയിട്ട് നേരെ വീടിന്റെ മുന്നിൽ വന്നൊരു കബറ് കുടിച്ചു. എന്നിട്ട് രാവിലെയും വൈകിട്ട് ഈ കബറിന്റെ അകത്ത് അങ്ങോട്ട് കിടക്കും.
രാവിലെ സുബഹിക്ക് പള്ളിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഖബറിന്റെ അകത്ത് ഇറങ്ങിക്കിടന്നിട്ട് ഒരൊറ്റ കരച്ചല, അല്ലാഹുവേ ഒരവസരം താ പടച്ചവനെ, ഒരു ചാൻസ് കൂടെ താതമ്പുരാനെ, അല്ലാഹുവേ എനിക്ക് ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യണം. ഖബറിന്റെ അകത്ത് കിടന്നിട്ട് ഖബറാളികൾ ചോദിക്കുന്ന കാര്യമാണ്. ഈ ചെറുപ്പക്കാരിത് ഖബറിന്റെ അകത്ത് കിടന്ന് പറയും, എന്നിട്ട് വെളിയിലേക്ക് പോകും. അല്ലാഹു അപ്പൊ ഇബാദത്തുകൾ ചെയ്യാനുള്ള ഒരു ഈമാൻ ഉണ്ടാകും. ഇബാദത്തുകളൊക്കെ ചെയ്ത് അവസാനം വൈകുന്നേരം വീട്ടിലേക്ക് കിടക്കാൻ വരുമ്പോ അപ്പോഴും ഖബറിന്റെ അകത്ത് ഇറങ്ങി കിടക്കും. അപ്പോഴും കരയും, അല്ലാഹുവേ ഒരവസരം താ, പാതിരാത്രി ഇബാദത്ത് ചെയ്യാനുള്ള മനസ്സുണ്ടാകും. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ചെറുപ്പക്കാരൻ ഒരു സാധാരണ ചെറുപ്പക്കാരനല്ല, താബീങ്ങളിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരനാണ് ഈ ചെറുപ്പക്കാരൻ. ഈ ചെറുപ്പക്കാരനെ മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ 10 വർഷക്കാലം മുത്തുനബിയുടെ കൂടെ താങ്ങും തണലുമായി പ്രവാചകന്റെ എല്ലാ കാര്യങ്ങൾക്കും ഖാദിമായി നടന്നിരുന്ന അനസ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ ഈ ചെറുപ്പക്കാരനെ കണ്ടു. ഈ ചെറുപ്പക്കാരനെ കണ്ടപ്പോൾ ആ ചെറുപ്പക്കാരനോട് മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, നിന്നെ എങ്ങാണം മുത്തുനബി കണ്ടിരുന്നെങ്കിൽ. അനസ് റളിയല്ലാഹു തആല അൻഹു ആ ചെറുപ്പക്കാരനോട് അവിടെ നിന്ന് പറഞ്ഞത്, നിന്നെ എങ്ങാണം അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ടിരുന്നെങ്കിൽ നിന്നെ മുത്തുനബി സ്നേഹിക്കുമായിരുന്നു എന്ന് മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് പറഞ്ഞതായി ചരിത്രത്തിൽ കാണാം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു ചെറുപ്പക്കാരനെ കണ്ടപ്പോ താബീങ്ങളിൽപ്പെട്ട റബീഅത്ത് ബിൻ ഹൈസം എന്ന് പറയുന്ന, ഹുസൈം എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരനെ കണ്ടപ്പോൾ, ഒരു സ്വഹാബിയാണ്, സാധാരണ സഹാബിയല്ല, മുത്തുനബിയുടെ കൂടെ നടന്ന അനസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ, നിന്നെ എന്റെ നബി കണ്ടിരുന്നെങ്കിൽ, നിന്നെ എങ്ങാണം മുത്തുനബി കണ്ടിരുന്നെങ്കിൽ നിന്നെ പ്രവാചകൻ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുമായിരുന്നു എന്ന് അനസ് റളിയല്ലാഹു തആല അൻഹു ആ സ്വഹാബിയോട് പറഞ്ഞു എന്ന് ചരിത്രം പറയുമ്പോ എന്തുകൊണ്ടാണ് പറഞ്ഞത്? ആ ചെറുപ്പക്കാരനുണ്ടായിരുന്ന ഗുണമെന്താണ്? എന്റെ പ്രിയപ്പെട്ടവരെ, ഈ സദസ്സിലിരിക്കുന്ന ഞാൻ ഉൾപ്പെടെ ആർക്കെങ്കിലും ഈ പറയുന്ന 6 നല്ല ഗുണമുണ്ടെങ്കിൽ നമ്മൾ അള്ളാഹുവിന്റെ പ്രവാചകൻ സ്നേഹിക്കും. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഈ പറയുന്ന ഈ ചെറുപ്പക്കാരനുണ്ടായിരുന്ന, താബീങ്ങളിൽപ്പെട്ട ഈ ചെറുപ്പക്കാരനുണ്ടായിരുന്ന 6 ഗുണങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഈ പറയുന്ന 6 ഗുണങ്ങൾ നമുക്കുണ്ടെങ്കിൽ നമ്മളെ അള്ളാഹുവിന്റെ പ്രവാചകൻ കൂട്ടുകാരനാക്കി തിരഞ്ഞെടുക്കും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഉറക്ക അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഉറക്ക അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അതുകൊണ്ട് 10:30 കറക്റ്റ് 1 മണിക്കൂർ 11:30 നമ്മുടെ വഅദ് അവസാനിപ്പിക്കും ഇൻഷാ അല്ലാഹ്. പറയാൻ പറ്റുന്ന അത്രയും കാര്യങ്ങൾ പറഞ്ഞ് സന്തോഷത്തോടെ ദുആ ചെയ്തു പിരിയും. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, റബീഅത്ത് ബിൻ ഹൈസം എന്ന് പറയുന്ന ചെറുപ്പക്കാരന് 6 നല്ല ഗുണങ്ങളാണ് ഉണ്ടായിരുന്നത്. ഈ സദസ്സിലിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയുകയാ, പൊന്നുമോനെ, ഈ പറയുന്ന നല്ല കാര്യങ്ങൾ നീയും നിന്റെ ജീവിതത്തിൽ സൂക്ഷിച്ചോ. നീയും നിന്റെ ജീവിതത്തിൽ സൂക്ഷിക്ക ചെറുപ്പക്കാരാ. പെങ്ങള്, ഈ പറയുന്ന 6 നന്മകൾ, നല്ല ഗുണങ്ങളുണ്ടല്ലോ, നിന്റെ ജീവിതത്തിലും അല്ലാഹുവേ നാളെ മുതൽ തുടങ്ങുന്ന പുതിയ വർഷമാണല്ലോ, അല്ലാഹു നിനക്ക് ആയുസ് തന്നാൽ, പടച്ചവനെ ഉസ്താദേ, ഇന്നത്തെ രാത്രി മുതൽ ഇൻഷാ അല്ലാഹ് ഞാൻ ഈ പറയുന്ന നല്ല കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ ഉറപ്പായിട്ടും ഞാൻ സൂക്ഷിക്കും ഉസ്താദ് എന്ന് നിയ്യത്ത് ചെയ്തിട്ട് വേണം നീ ഇവിടെ ഇരിക്കാൻ. അല്ലാഹു എവിടെ നിന്ന് പറഞ്ഞു തരികയാണ്. അനസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ആ ചെറുപ്പക്കാരനുണ്ടായിരുന്ന 1ാമത്തെ ഗുണമെന്തെന്നറിയോ? എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, റബിയ എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരനായ താബീങ്ങളിൽപ്പെട്ട ആ ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്ന 1ാമത്തെ ഗുണമെന്തെന്നറിയോ? അല്ലാഹുവേ, പെണ്ണുങ്ങളുടെ മുഖത്ത് നോക്കില്ലായിരുന്നു. ആ ചെറുപ്പക്കാരനുണ്ടായിരുന്ന 1ാമത്തെ ഗുണമെന്തെന്നറിയോ? പെണ്ണുങ്ങളുടെ മുഖത്ത് നോക്കാറില്ലായിരുന്നു എന്ന് ചരിത്രം പറയുമ്പോ, അല്ലാഹുവേ പടച്ചവനെ, തന്റെ കണ്ണിനെ ഹറാമ് കാണുന്നതിനെ തൊട്ട് സൂക്ഷിക്കുന്ന ചെറുപ്പക്കാരനായിരുന്നു. അന്യ പെണ്ണിന്റെ മുഖത്ത് നോക്കാറില്ല. പെങ്ങളെ അന്യ പുരുഷന്റെ മുഖത്ത് നോക്കാറില്ല. ഔറത്ത് കാണുന്നത് പോയിട്ട്
പടച്ചവനെ ഒരൊറ്റ പെണ്ണിന്റെ മുഖത്ത് നോക്കാറില്ല, എപ്പോഴും തലതാട്ടി പിടിച്ചാണ് നടക്കുന്നത്. ആ ചെറുപ്പക്കാരന്റെ ചരിത്രമെടുത്ത് നോക്ക്. പെണ്ണുങ്ങൾ വിചാരിച്ചിരുന്നത് ആ ചെറുപ്പക്കാരന് കണ്ണ് കാണില്ല എന്നായിരുന്നു, അന്ധനെന്നാണ് വിളിച്ചിരുന്നത്. റബീഅത്ത് ഇബ്നു ഹൈസമിനെ അതാ അന്ധനെന്നാണ് പെണ്ണുങ്ങൾ പോലും വിളിച്ചിരുന്നത്. പടച്ചവനെ ഹറാം കാണുന്നതിനെ തൊട്ട് തന്റെ കണ്ണിനെ സൂക്ഷിച്ചിരുന്ന ചെറുപ്പക്കാരനാണ് റബിയ എന്ന് ചരിത്രം പറയുമ്പോ അല്ലാഹുവേ, മുത്തുനബി സ്നേഹിക്കണോ പെങ്ങള്? അല്ലാഹുവേ, ഈ പ്രപഞ്ചം മുഴുവനും അടക്കി ഭരിക്കാൻ, ഈ പ്രപഞ്ചം മുഴുവനും സൃഷ്ടിക്കാൻ കാരണക്കാരനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിന്നെ സ്നേഹിക്കണോ? അല്ലാഹുവേ, അതിന് വേണ്ട ഒന്നാമത്തെ ഗുണമെന്തെന്നറിയോ? പിന്നെ നീ നിന്റെ കണ്ണിനെ സൂക്ഷിക്കൂ. ഹറാം കാണുന്നതിനെ തൊട്ട്, അന്യപുരുഷനെ കാണുന്നത് തൊട്ട്, അന്യപുരുഷന്റെ ഔറത്ത് കാണുന്നതിനെ തൊട്ട് പെങ്ങളെ നീ നിന്റെ കണ്ണിനെ സൂക്ഷിക്കൂ പൊന്നുമോള്. ചെറുപ്പക്കാരാ, പാപമല്ലേടാ പൊന്നുമോര്. നിന്റെ ദീൻ പഠിപ്പിക്കുന്നതെന്താണ്? അന്യ പെണ്ണിന്റെ മയ്യത്ത് പോലും കാണാൻ പാടില്ലെന്നാണ് നിന്റെ ദീൻ പഠിപ്പിക്കുന്നത്. അന്യ പെണ്ണിന്റെ മയ്യത്ത് പോലും കാണാൻ പാടില്ല എന്ന് നിന്റെ ദീൻ പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, നീ ചിന്തിക്കും ഉസ്താദേ, ഇതൊരു പാപമാണോ? അന്യ പെണ്ണിന്റെ ശരീരം കാണുന്നത്, അന്യ പെണ്ണിന്റെ ശരീരം കാണുന്നത് പാപമാണോ? ഇതൊക്കെ ഇന്ന് പറഞ്ഞാൽ എങ്ങനെ സാധിക്കും ഉസ്താദ്? എല്ലാരും ചോദിക്കും, പടച്ചവനെ എല്ലാരും അന്യ പെണ്ണിനെയും കാണും, അന്യ പുരുഷനെയും കാണും, ഇതൊക്കെ ഒരു പാപമാണോ എന്ന് ചോദിക്കുന്നേ. എന്റെ പ്രിയമുള്ളവരെ, ഈ ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്ന ഒന്നാമത്തെ ഗുണം, എപ്പോഴും ഇങ്ങനെ തല താഴ്ത്തി നടക്കും, ഒറ്റ പെണ്ണുങ്ങളുടെ മുഖത്തും നോക്കാറില്ല. പെണ്ണുങ്ങൾ ഈ ചെറുപ്പക്കാരൻ വരുമ്പോ പറയും, അന്ധൻ വരുന്നു, അന്ധൻ വരുന്നു, കണ്ണു കാണാത്തവൻ വരുന്നു, ഇങ്ങനെ പറയുമായിരുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അല്ലാഹുവേ പടച്ചവന് ഒരു മറയില്ല, എല്ലാം ഇങ്ങനെ കണ്ടുകൊണ്ടിടക്കാം. പെണ്ണുങ്ങളുടെ മുഖത്ത് നോക്കുന്നത് പോയിട്ട് ഇപ്പൊ പെണ്ണുങ്ങളുടെ ഔറത്ത് വരെ നോക്കുന്ന കാലം ആണുങ്ങളും പെണ്ണുങ്ങളും. എല്ലാരും വിചാരിച്ചിരിക്കുന്നത് ഇതൊരു പാപമാണോ? നിസ്സാരമല്ലേ? ഒരിക്കലും നിസ്സാരമല്ല. ഒരൊറ്റ ശിക്ഷ ഞാൻ പറഞ്ഞു തരാം. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ വിചാരിക്കുന്നത് ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള നിസ്സാരമായിട്ടുള്ളൊരു പാവമല്ലേ, ഇങ്ങനെ നമ്മൾ കാണുന്നതൊരു പാവമായിട്ട് കാണുന്നില്ല. എങ്കിലും ഞാനൊരു ചരിത്രം പറഞ്ഞു തരാം. അള്ളാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ കഅബ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ കഅബ, ആ കഅബാലയത്തിന്റെ കില്ല പിടിച്ചുകൊണ്ടൊരു ചെറുപ്പക്കാരൻ ദുആ ചെയ്യുകയാണ്. അന്യപുരുഷന്റെ ശരീരം കണ്ട് ആസ്വദിക്കുന്ന പെങ്ങള്, അന്യപുരുഷന്റെ ഔറത്ത് കാണുന്ന ഉമ്മ, മൊബൈലിലും വാട്സപ്പിലും യൂട്യൂബിലും എല്ലാം കേറി വൃത്തികേടുകൾ കാണുന്ന ചെറുപ്പക്കാരാ, ഈ ചരിത്രമൊന്ന് കേട്ടിട്ട് നീ തീരുമാനിക്കൂ. അന്യപെണ്ണിന്റെ ശരീരം കാണുന്നത് ചെറിയ പാപമാണോ? അതോ പടച്ചവനെ ഒരു വലിയ പാപമാണോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയത്തിന്റെ കില്ല പിടിച്ചുകൊണ്ട് ഒരു ചെറുപ്പക്കാരെ കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നു. അല്ലാഹ്, പടച്ച റബ്ബേ, എന്റെ ജ്യേഷ്ഠന്മാരുടെ ഗതി എനിക്ക് വരുത്തല്ലേ അല്ലാഹുവേ. പരിശുദ്ധമായ കഅബാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് ഒരു ചെറുപ്പക്കാരൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ്. അല്ലാഹുവേ, എന്റെ അവസാനം നന്നാക്കണേ അല്ലാഹ്, എന്റെ ആഖിബത്ത് നന്നാക്കണേ അല്ലാഹ്. പടച്ചവനെ, എന്റെ സഹോദരങ്ങളുടെ ഗതി എനിക്ക് വരുത്തല്ലേ അല്ലാഹ്. കഅബാലയത്തിന്റെ കില്ല പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരനെ കാണുകയാണ്. ഇത് മാത്രമേ ദുആ ചെയ്യുന്നുള്ളൂ. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യും, പിന്നെയും പിരിയുകയാണ്, പിന്നെയും ദുആ ചെയ്യുകയാണ്. ഇത് കണ്ടപ്പോ അവിടെ ഒരു മഹാൻ ചോദിക്കുന്ന, ചെറുപ്പക്കാരാ, എന്തിനാ നീ ഇങ്ങനെ ദുആ ചെയ്യുന്നത്?
എന്തിനാണ് നീ ഇങ്ങനെ ദുആ ചെയ്യുന്നത്? നിന്റെ കൂടപ്പിറപ്പുകൾക്ക് എന്താണ് സംഭവിച്ചത്? നിന്റെ സഹോദരങ്ങൾക്ക് എന്താണ് സംഭവിച്ചത്? അവിടെ നിന്നൊരു മഹാ ചോദിക്കുമ്പോ ഈ ചെറുപ്പക്കാരൻ പറയുന്നു, തങ്ങള് എനിക്ക് രണ്ട് സഹോദരങ്ങളുണ്ടായിരുന്നു. എന്റെ ഒന്നാമത്തെ സഹോദരന്റെ ജോലി എന്തായിരുന്നെന്നറിയുമോ? എന്റെ ഒന്നാമത്തെ ജ്യേഷ്ഠനുണ്ടല്ലോ, എന്റെ ജ്യേഷ്ഠന്റെ ജോലി എന്തായിരുന്നെന്നറിയോ? അള്ളാന്റെ പള്ളിയിൽ 5 നേരം ഹയ്യ അലസ്സലാ ഹയ്യ അലൽ ഫലാഹ്, അല്ലാഹുവിന്റെ പള്ളിയിൽ 5 നേരം ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിനായിരുന്നു. 5 നേരം അള്ളാന്റെ പള്ളിയില് ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിനായിരുന്നു എന്റെ സഹോദരൻ. എത്ര കൊല്ലമാണ് ബാങ്ക് വിളിച്ചതെന്നറിയുവോ വാപ്പാ? അള്ളാഹുവിന്റെ പള്ളിയില് 5 നേരം പടച്ചവനെ ബാങ്ക് വിളിക്കുന്ന മനുഷ്യനായിരുന്നു. 40 കൊല്ലമാ ബാങ്ക് വിളിച്ചത്. 1ഉം 2ഉം വർഷമല്ല, 40 വർഷം കാലം അല്ലാഹുവിന്റെ പള്ളിയിൽ ഹയ്യ അലസ്സലാ ഹയ്യ അലൽ ഫലാഹ് 40 കൊല്ലം അല്ലാഹുവിന്റെ പള്ളിയിൽ ബാങ്ക് വിളിച്ച മനുഷ്യനായിരുന്നു. അവസാനം എന്റെ കൂടപ്പിറപ്പുണ്ടല്ലോ മരണത്തോട് മല്ലടിക്കുകയാണ്. സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുകയാണ്. അവസാന സമയം കിടക്കുമ്പോ എന്നെ അടുത്തേക്ക് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, പൊന്നുമോനെ ഖുർആൻ എടുത്തുകൊണ്ടുവരാറ്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്തുകൊണ്ടുവരാറ്. ഈ ചെറുപ്പക്കാരൻ പറയുന്നു, തങ്ങള് എനിക്ക് വല്ലാത്ത സന്തോഷമായി. ഖുർആൻ ഓതി മരിക്കാനായിരിക്കും, ഖുർആൻ കയ്യിൽ പിടിച്ചു മരിക്കാനായിരിക്കും. 40 കൊല്ലം അല്ലാഹുവിന്റെ പള്ളിയിൽ ബാങ്ക് വിളിച്ച മനുഷ്യനാണല്ലോ. ഞാൻ പരിശുദ്ധമായ ഖുർആൻ എടുത്ത് എന്റെ സഹോദരന്റെ കയ്യിൽ കൊണ്ടുകൊടുക്കുമ്പോ പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് വലിച്ചു കീറുകയാണ്, അവിടുന്ന് വലിച്ചെറിയുകയാണ്. എനിക്കിതിൽ വിശ്വാസമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ അവിടുന്ന് വലിച്ചു കീറിക്കളയുകയാ. ചെറുപ്പക്കാരൻ പറയുന്നു, തങ്ങള് ഞാനവിടുന്ന് ഷഹാദത്ത് കലിമ പറഞ്ഞു കൊടുത്തു. ഞാനവിടുന്ന് എന്റെ ജ്യേഷ്ഠന് ഷഹാദത്ത് കലിമ പറഞ്ഞു കൊടുത്തു. എന്റെ ജ്യേഷ്ഠൻ പറഞ്ഞില്ല. എന്റെ ജ്യേഷ്ഠന്റെ അവസാനം മോശമായിരുന്നു. 40 കൊല്ലം അല്ലാഹുവിന്റെ പള്ളിയിൽ ബാങ്ക് വിളിച്ച മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യന്റെ അവസാനം വളരെ മോശമായിരുന്നു. അവിടെന്ന് പറഞ്ഞു, തങ്ങളെ അതേ പള്ളിയിൽ തന്നെയാണ് എന്റെ 2ാമത്തെ ജ്യേഷ്ഠനും ബാങ്ക് വിളിച്ചത്. ആ സഹോദരനും ബാങ്ക് വിളിക്കുന്ന മനുഷ്യനായിരുന്നു. പക്ഷേ 10 കൊല്ലമാണ് ബാങ്ക് വിളിച്ചത്. എന്റെ 2ാമത്തെ ജ്യേഷ്ഠനും അതേ പള്ളിയിൽ 10 കൊല്ലം ബാങ്ക് വിളിച്ചു. ആ 2ാമത്തെ ജ്യേഷ്ഠന്റെ മരണവും മോശമായിരുന്നു. തങ്ങള് എന്റെ 2 സഹോദരങ്ങളുടെയും അവസാനം മോശമായിരുന്നു. ഇപ്പോൾ അതേ പള്ളിയിൽ ഞാനാണ് ബാങ്ക് വിളിക്കുന്നത്. എന്റെ ജ്യേഷ്ഠന്മാര് ബാങ്ക് വിളിച്ച അതേ പള്ളിയിൽ തന്നെയാണ് ഞാനും ബാങ്ക് വിളിക്കുന്നത്. അല്ലാ, എന്റെ ഗതിയും അങ്ങനെയാക്കല്ലേ അല്ലാ. അതുകൊണ്ടാണ് ഈ ചെറുപ്പക്കാരൻ കരഞ്ഞു ദുആ ചെയ്യുന്നത്. കഅബാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് അല്ലാഹുമ്മ ഖ്രിജ്നി മിൻ ഹാദിഹി ദുനിയാ മുസ്ലിമാ, കരഞ്ഞു വിളിച്ചുകൊണ്ട് ദുആ ചെയ്യുകയാ. പടച്ചവനെ, അവിടുന്ന് മഹാനവറുകൾ ചോദിക്കുന്ന ചെറുപ്പക്കാരാ,
നിന്റെ കൂടപ്പറപ്പുകൾക്ക് വല്ല ദുശീലവും ഉണ്ടായിരുന്നോ? അവര് വല്ല പാപവും ചെയ്യുന്നവരായിരുന്നോ? പടച്ചവനെ, ചെറുപ്പക്കാരൻ അവിടെ നിന്ന് പറയുകയാ, ഈ സദസ്സിലേക്ക് ഒരുമിച്ച് കൂടിയ പെങ്ങള് ആ രണ്ടുപേരും കള്ളു കുടിക്കുന്നവരായിരുന്നില്ല, അവര് വ്യഭിചരിക്കുന്നവരായിരുന്നില്ല, അവര് പലിശ തിന്നുന്നവരായിരുന്നില്ല, അവര് നിസ്കരിക്കാത്തവരായിരുന്നില്ല, അവര് തലമറയ്ക്കാത്തവരായിരുന്നില്ല, അവർ ഔറത്ത് തുറന്നിട്ട് കൊണ്ട് നടന്നവരായിരുന്നില്ല, അവരല്ലാഹുവിനെ പേടിച്ച് ജീവിച്ചവരാ. പക്ഷേ ആ ചെറുപ്പക്കാരൻ പറയുന്നു, തങ്ങള് എന്റെ രണ്ട് സഹോദരങ്ങൾക്ക് ഒരേ ഒരു ദുശീലമുണ്ടായിരുന്നു. അള്ളാന്റെ പരിശുദ്ധമായ കഅബാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് ഒരു ചെറുപ്പക്കാരൻ ദുആ ചെയ്യുകയാ, അല്ലാഹുമ്മ ഖുരിജ്നി മിൻ ഹാദിഹി ദുനിയ മുസ്ലിമ. അല്ലാഹുവേ, ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ എന്നെ നീ മുസ്ലിമാക്കി മരിപ്പിക്കണം. എന്റെ സഹോദരങ്ങളുടെ ഗതി എനിക്ക് വരുത്തരുത്, എന്റെ സഹോദരങ്ങളുടെ ഗതി വരുത്തരുത്. മഹാനവറുകൾ ചോദിച്ചു, എന്തേ മോനെ, നിന്റെ കൂടപ്പറപ്പുകൾക്ക് എന്താ സംഭവിച്ചേ? കരഞ്ഞു വിളിച്ചുകൊണ്ട് പറഞ്ഞു, രണ്ട് സഹോദരങ്ങളാ ഉണ്ടായിരുന്നേ. ഒന്നാമത്തെ ജ്യേഷ്ഠൻ പള്ളിയിലെ മുഅദ്ദിൻ 40 കൊല്ലം ബാങ്ക് വിളിച്ചു. രണ്ടാമത്തെ സഹോദരനും അതേ പള്ളിയിലെ മുഅദ്ദിൻ 10 കൊല്ലം ബാങ്ക് വിളിച്ചു. ഒന്നാമത്തെ 40 കൊല്ലം ബാങ്ക് വിളിച്ച സഹോദരൻ മരിക്കാൻ സമയത്ത് ഖുർആൻ എടുത്തുകൊണ്ടുവരാൻ പറഞ്ഞു. കൊണ്ടുകൊടുത്തപ്പോ വലിച്ചു കയറി വലിച്ചെറിഞ്ഞിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാതെ കാഫിറായിട്ട് മരിച്ചുപോയി. ആക്കിബത്ത് മോശമായി പോയി. എന്റെ രണ്ടാമത്തെ സഹോദരന്റെയും മരണം ഇങ്ങനെ തന്നെയായിരുന്നു. ഇപ്പൊ ആ പള്ളി ബാങ്ക് വിളിക്കണ ഞാനാ. അല്ലാഹ് എന്റെ ഗതി ഇങ്ങനെ ആക്കല്ലേ എന്ന് ദുആ ചെയ്യണേ. മഹാനവറുകൾ അവിടെ നിന്ന് ചോദിച്ചു, നിന്റെ സഹോദരങ്ങൾക്ക് വല്ല ദുശീലം, കള്ളുടിക്കോ ഇല്ല, വ്യഭിചരിക്കോ ഇല്ല, പലിശ തിന്നോ ഇല്ല, നിസ്കരിക്കോ, എല്ലാം ചെയ്യും, എന്തെങ്ങനെ ആയിപ്പോയെ? എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരുടെ ഹൃദയത്തിൽ അങ്ങോട്ട് എഴുതി വെച്ചോ. ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, എന്റെ രണ്ട് സഹോദരങ്ങൾക്കും ഒരേ ഒരു ദുശീലമുണ്ടായിരുന്നു, ഒരേ ഒരു ദുശീലം. അന്യ പെണ്ണിന്റെ ഔറത്ത് കാണുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. മഅദല്ലാഹ്, അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആ രണ്ട് ചെറുപ്പക്കാർക്കും ഒറ്റ ദുശീലം ഉണ്ടായിരുന്നുള്ളൂ. നമ്മളെ പോലെ മൊബൈൽ കിട്ടിയ തേമ്പി തേമ്പി ഇങ്ങനെ നോക്കും, യൂട്യൂബിൽ കയറും, ഫേസ്ബുക്കിൽ കയറും, വാട്സപ്പിൽ കയറും, ആവശ്യമില്ലാത്തതൊക്കെ കാണും. ഉമ്മാ ടിവി വെച്ചിട്ടെ, ടിവി ഇട്ടട്ടെ, ഞാൻ പറയണില്ല, അലച്ചു നോക്ക് നീ. എടാ ചെറുപ്പക്കാരാ, ടിവിയുടെ മുന്നിൽ അരപ്പാവാട ഇട്ടുകൊണ്ട് ആടിന്റെ പെണ്ണിന്റെ ആട്ടം കാണുന്നുണ്ടോ നീ? നിന്റെ അവസാനം നീ സൂക്ഷിച്ചോ, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അന്യ പെണ്ണിന്റെ ഔറത്ത് കാണുന്ന ചെറുപ്പക്കാരാ, മരണം മോശമായി പോകൂടാ. നമ്മുടെയൊക്കെ അവസാനം മോശമായി പോകും. നീ വിചാരിക്കുന്നത് അത്ര നിസാരമാ, അതത്ര നിസാരമായ പാവാ നമ്മൾ കരുതും. അത് വളരെ അല്ലാഹു പടച്ചവനെ സിമ്പിൾ ആയിട്ടുള്ള പാവാ നമ്മൾ കരുതുന്നത്. പക്ഷെ അത് സിമ്പിൾ അല്ല മോനെ, എന്റെ മരണം തന്നെ മോശമായി പോകും. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉറക്കപ്പറ അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു ഉറക്കപ്പറ അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. 24 മണിക്കൂറും ഹിജാബ് ഇട്ട് കയ്യിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്ന ഉമ്മായും ടിവിയുടെ ഫ്രണ്ടിൽ ഇരുന്നിട്ട് ഇംഗ്ലീഷ് പടം കാണാറില്ലേ? നല്ല നല്ല പാട്ടുകളൊക്കെ കേൾക്കാറില്ലേ? ഫർദ ഇട്ടോണ്ടാ നടന്മാരൊക്കെ അതിനകത്ത് അഭിനയിക്കണേ? എടാ ചെറുപ്പക്കാരാ, സിനിമാ നടിമാരൊക്കെ ഫർദ ഇട്ടോണ്ടാണോ? അത് നിസാരമായിട്ട് തള്ളിക്കളയേണ്ട കാര്യമല്ല. അതുകൊണ്ടാ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം പറഞ്ഞത്, അന്യ പെണ്ണിന്റെ മയ്യത്ത് നീ കാണാൻ പാടില്ല. ഇന്ന് എറണാകുളത്തേക്ക് വണ്ടിയിൽ പോകുന്ന എത്രയോ ചെറുപ്പക്കാരുണ്ടോ, ഇന്ന് രാത്രി 12 മണിയാകുമ്പോ അവസാനമല്ലാ ആ ലൈറ്റുകൾ മുഴുവനും അണയ്ക്കുന്ന ഒരു നിമിഷത്തിന് വേണ്ടി, ഒരൊറ്റ സെക്കൻഡിന് വേണ്ടി എറണാകുളത്ത് പോയിട്ട് പടച്ചവനെ കാത്തുകിടക്കുന്ന യുവത്വേ, എടാ ചെറുപ്പക്കാരാ, പൊന്നുമോനെ അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കടാ പൊന്നുമോന്. അതിന് സാരമായി കളയേണ്ട ഒരു പാപമല്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കു പെങ്ങള്, പടച്ചറപ്പിനെ പേടിക്ക്. ഈ കണ്ണുകൊണ്ടല്ലേ നിനക്ക് അല്ലാഹനെ കാണേണ്ടത്. ഇന്നക്കും സതറൂന റബ്ബക്കും കമാ തറവുനൽ ഖമറ ലൈലത്തുൽ ബദ്രി. 14 രാവിലെ ചന്ദ്രനെ കാണുന്നത്, ഈ ചന്ദ്രനെ കാണുന്നത് പോലെ ഇതേ കണ്ണുകൊണ്ട് നിന്നെ പടച്ച റബ്ബിനെ കാണണ്ടേ പെങ്ങള്. എന്റെ ചെറുപ്പക്കാരാ, ഈ കണ്ണുകൊണ്ടാണ് നീ അല്ലാഹനെ കാണേണ്ടത്. ഈ കണ്ണുകൊണ്ടാണ് മുത്തുനബിയെ കാണേണ്ടത്. ഈ
ഈ കണ്ണുകൊണ്ടാണ് അല്ലാഹുവേ മരിക്കുന്ന സമയത്ത് നിനക്ക് സ്വർഗം കാണേണ്ടത്. അതുകൊണ്ട് ചെറുപ്പക്കാരാ, മോനെ പടച്ച റബ്ബിനെ പേടിച്ച് ജീവിക്കടാ. അവസരങ്ങളെ കിട്ടുമ്പോ കളയടാ, അവസരങ്ങളെ കിട്ടുമ്പോ കളയടാ. എന്റെ പ്രിയമുള്ളവരെ, അതാ ഒരു ചരിത്രം പറഞ്ഞു തരാ. അല്ലാഹുവേ, മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു രാജ്യം ഭരിക്കുന്ന കാലഘട്ടമുണ്ടല്ലോ. ആ കാലഘട്ടത്തിൽ ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. ഉമർ നിങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടമായിരുന്നു. കാരണം എന്തെന്നറിയോ? 5 വഖത്ത് ബാങ്ക് വിളിക്കുമ്പോ ഈ ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ പള്ളിക്കകത്തുണ്ടാകുമായിരുന്നു. ഉമർ നിങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടമാ, ഉമർ തങ്ങൾക്ക് വല്ലാത്ത സ്നേഹമാ. അല്ലാഹുവേ, ഒരു ദിവസം അവിടെ നിന്ന് ഇശാ നമസ്കാരം കഴിഞ്ഞു. തന്റെ വീട്ടിലേക്ക് ഇങ്ങനെ നടന്നു പോവുകയാണ്. ഈ ചെറുപ്പക്കാരൻ ഇശാ നമസ്കാരം കഴിഞ്ഞു ഒറ്റയ്ക്ക് തന്റെ വീട്ടിലേക്ക് ഇങ്ങനെ നടന്നു പോകുമ്പോ ഈന്തപ്പന മരങ്ങൾക്ക് നടുവിലൂടെ ഇരുട്ടുള്ള രാത്രിയിൽ ഒറ്റയ്ക്ക് ഇങ്ങനെ പള്ളിയിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോ ഒരു സുന്ദരിയായ പെണ്ണുണ്ടല്ലോ, യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ഒരു ചെറുപ്പക്കാരിയായ പെണ്ണുണ്ടല്ലോ. എല്ലാ ദിവസവും തന്റെ വീടിന്റെ മുന്നിലൂടെ നടന്നു പോകുന്ന ഈ ചെറുപ്പക്കാരനെ നോക്കി വെച്ചിരിക്കുകയായിരുന്നു. വല്ലാത്ത സ്നേഹമായിരുന്നു, വല്ലാത്ത ഇഷ്ടമായിരുന്നു. ഈ ചെറുപ്പക്കാരനോട് വല്ലാത്ത പ്രണയമായിരുന്നു. ഒരു ദിവസം പാതിരാത്രി ഇശാ നമസ്കാരം കഴിഞ്ഞ് ഒറ്റയ്ക്ക് ഇങ്ങനെ നടന്നു പോകുമ്പോ ഈ പെണ്ണോടുകയാ. ഇരുട്ടത്ത് മറഞ്ഞു നിന്നിട്ട് ഈ ചെറുപ്പക്കാരന് തന്റെ മാറിടത്തിലേക്ക് ചേർത്ത് പിടിക്കുകയാണ്. ഈ ചെറുപ്പക്കാരൻ തന്റെ ശരീരത്തിലേക്ക് ചേർത്തങ്ങ് കെട്ടിപ്പിടിച്ചു. എന്നിട്ട് പറയുന്നു, എടാ, എനിക്ക് നിന്നെ വല്ലാത്ത ഇഷ്ടമാ. എന്റെ ആഗ്രഹമൊന്ന് സാധിച്ചു തരുവോ? എന്റെ ആഗ്രഹമൊന്ന് സാധിച്ചു തരുവോ? യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ഒരു ചെറുപ്പക്കാരന് പാതിരാത്രിയിൽ ഒരു പെണ്ണ് കെട്ടിപ്പിടിച്ചിട്ട് ചോദിക്കുകയാ, എന്റെ ആഗ്രഹമൊന്ന് സാധിച്ചു തരുവോ? അല്ലാ, ചെറുപ്പക്കാരന്റെ കൈകാലുകൾ വിറയ്ക്കുകയാണ്. ചെറുപ്പക്കാരന്റെ കൈകാലുകൾ വിറയ്ക്കുകയാ. അല്ലാഹുവേ, എല്ലാം നശിച്ചു പോയല്ല അല്ലാ. ഇത്രയും വർഷക്കാലം ഞാൻ കാത്തു സൂക്ഷിച്ച സർവ്വതം നശിച്ചു പോയല്ല അല്ലാ. ചെറുപ്പക്കാലം നിലവിളിച്ചുകൊണ്ട് ബോധം കെട്ട് താഴെ വീഴുകയാ. ഒരന്യ പെണ്ണ് തന്റെ ശരീരത്തെ തൊട്ടപ്പോ, ഒരന്യ പെണ്ണ് പാതിരാത്രി ആരും കാണാതെ തന്റെ മാറിടത്തിലേക്കൊന്ന് ചേർത്ത് പിടിച്ചിട്ട് യാചിച്ചപ്പോ പേടിച്ച് വിറച്ചുകൊണ്ട് താഴെ വീഴുകയാ. അല്ലാഹുവേ, ബോധം കെട്ട് താഴെ വീണു. പെണ്ണോടി രക്ഷപ്പെടുകയാണ്. അവസാനമേതോ വഴിയാത്രക്കാര് ഈ ചെറുപ്പക്കാരന് ചുമന്നുകൊണ്ട് വീട്ടിലേക്ക് പോയി. പ്രായമുള്ള പിതാവ് കാത്തു നിൽക്കുകയാണ്. അതാ അവിടുന്ന് സ്വഹാബത്ത് തന്റെ പൊന്നാര മകനെ ചുമന്നുകൊണ്ട് വീടിന്റെ മുന്നിലേക്ക് കൊണ്ടുവച്ചു. അതാ വാപ്പ തന്റെ പൊന്നാര മകന്റെ മുഖത്ത് വെള്ളമൊഴിച്ചു. തന്റെ മകന് ബോധം തിരിച്ചു വന്നപ്പോ വാപ്പ ചോദിച്ചു, മോനെ, എന്താണ് സംഭവിച്ചത്? അവിടുന്ന് പൊട്ടിക്കരന്നുകൊണ്ട് പറയുന്ന വാപ്പാ, ഖസ്റ ദുനിയാ വല്ലാഖിറ. എന്റെ ദുനിയാവും ആഖിറവും പോയി വാപ്പാ. വ്യഭിചാരിയായി ഒരന്യ പെണ്ണന്റെ ശരീരത്ത് പിടിച്ചു വാപ്പാ. നടന്നത് മുഴുവനും പറഞ്ഞിട്ട് തന്റെ പൊന്നാര മകൻ കിടന്ന് നിലവിളിക്കുകയാ. വാപ്പ പറഞ്ഞു, മോനെ, നീ അങ്ങോട്ട് പിടിച്ചതല്ലല്ലോ, ഒരു പെണ്ണ് നിന്നെ ഇങ്ങോട്ട് പിടിച്ചതല്ലേ, എന്തിനാ മോനെ, നിന്റെ ഭാഗത്ത് തെറ്റില്ലല്ലോ. വാപ്പ ഒരുപാട് പറഞ്ഞു നോക്കി. പൊന്നാര മകന് കരച്ചില് നിർത്തുന്നില്ല. പിന്നെയും വീടിന്റെ അകത്ത് കിടന്ന് നിലവിളിക്കുകയാണ്. അവസാനം മകൻ പറഞ്ഞു, വാപ്പാ,
ഉമർ തങ്ങളോട് ചോദിക്കൂ, ഉമർ തങ്ങളോട് ചോദിക്കൂ. അവസാനം ആ പിതാവ് ഉമർ തങ്ങളുടെ മുന്നിൽ ചെന്നു നടന്നത് മുഴുവനും പറഞ്ഞു കൊടുത്തു. ആ സമയത്ത് ഉമർ തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ പൊന്നുമകനെ തെറ്റുകാരനല്ല, അല്ലാഹു അവനെ പുറത്തു കൊടുക്കുമെന്ന് അവിടെന്ന് പറയുമ്പോ അവസാനം വാപ്പ തന്റെ വീട്ടിലേക്ക് വരുമ്പോ കാണുന്ന രംഗമെന്തെന്നറിയോ? അല്ലാഹുവേ, ഒരന്യ പെണ്ണിന്റെ ശരീരത്തെ തൊട്ടല്ലോ അല്ലാ, ഞാൻ വ്യഭിചാരിയായി പോയല്ലോ അല്ലാ. പടച്ചവനെ, വീടിന്റെ അകത്ത് കിടന്ന് നിലവിളിച്ച് ഹൃദയം പൊട്ടിയിട്ടും മരിച്ചു കിടക്കുകയാ. ചെറുപ്പക്കാരാ, നിന്നെ പോലെ യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോയാ ഒരുപാട് മോഹങ്ങളും ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് സ്വപ്നങ്ങളുമുള്ള ഈ ചെറുപ്പക്കാരൻ നെഞ്ചു പൊട്ടിയിട്ട് മരിച്ചു കിടക്കുകയാണ്. പടച്ചവരെ, വാപ്പ വന്നപ്പോ തന്റെ പൊന്നാര മകന്റെ മയ്യത്ത് കാണുകയാ. അവസാനം ഈ ചെറുപ്പക്കാരനെ കുളിപ്പിച്ചു, പള്ളിയിലേക്ക് കൊണ്ടുപോയി മയ്യത്ത് നമസ്കാരം കഴിഞ്ഞു. എന്നിട്ട് ഖബറിലേക്ക് ഇറക്കി വെക്കുമ്പോ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആ ചെറുപ്പക്കാരനോട് പറഞ്ഞതെന്തെന്നറിയോ? ആ ചെറുപ്പക്കാരന്റെ ചെവിയിൽ പറഞ്ഞതെന്തെന്നറിയോ? വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാ. പെങ്ങളെ, ഒരന്യ പുരുഷൻ നിന്റെ ശരീരത്തെ തൊടാമെന്നാല് അല്ലാഹുവേ, ആ സമയത്ത് നീ പിന്മാറണ്, ആ സമയത്ത് നീ പിന്മാറണ്. അവന്റെ കൂടെ നീ കൂടരുത്. ആ സമയത്ത് നീ അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് പിന്മാറിയാൽ, ചെറുപ്പക്കാരാ, കൂടെ പഠിക്കുന്നവളാകട്ടെ, നിന്റെ ഫ്രണ്ടാകട്ടെ, അല്ലെങ്കിൽ നിന്റെ കുടുംബത്തിലെ അകന്ന പെണ്ണുങ്ങളാകട്ടെ, നിന്റെ സഹോദരന്റെ ഭാര്യയാകട്ടെ, പൊന്നുമോനെ വേണ്ടടാ, പൊന്നുമോനെ വേണ്ടടാ. ആ വ്യഭിചാരത്തിൽ നിന്ന് നിനക്ക് പിന്തിരിയാൻ കഴിഞ്ഞ അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാ. രണ്ട് സ്വർഗമാടാ, രണ്ട് സ്വർഗമാടാ ചെറുപ്പക്കാരാ. ഉമർ തങ്ങളാ ചെറുപ്പക്കാരന്റെ ജനാസ ആ ഖബറിന്റെ ഭാഗത്തിരുന്നിട്ട് ആ പൊന്നു മകനോട് പറഞ്ഞു, മോനെ, നിനക്കല്ല രണ്ട് സ്വർഗം തരുമടാ എന്നിവിടെന്ന് പറഞ്ഞു കൊടുത്തെന്ന് ചരിത്രം പറയുമ്പോ അവളെയാടാ കണ്ടുപിടിക്കേണ്ടത്. ആ ചെറുപ്പക്കാരെയാണ് നീ കൂട്ടുകാരനാക്കേണ്ടത്. അവരുടെ സ്വഭാവമാണ് നിയമ ജീവിതത്തിൽ പിൻപറ്റേണ്ടത്. അതുകൊണ്ട് പൊന്നുമോനെ, മുത്തിനബി നിന്നെ സ്നേഹിക്കണോ? നീ ജീവിതത്തിൽ ഒരിക്കൽ പോലെ കാണാത്ത ആ മദീനയുടെ പച്ചക്കുപ്പയുടെ മടിത്തട്ടിൽ കിടന്നുറങ്ങുന്ന ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കാ കാരണക്കാരനായ ലോകത്തിന്റെ നേതാവ് നിന്നെ സ്നേഹിക്കണോ? നിന്നെ കൂട്ടുകാരനാക്കണോ? അനസ് തങ്ങളല്ലേ പറഞ്ഞത്? മുത്തുനബിയുടെ കൂടെ 10 വർഷക്കാലം നടന്ന അനസ് തങ്ങളാ പറയുന്നത്, മോനെ, അല്ലാഹുവിന്റെ പ്രവാചകൻ നിന്നെ സ്നേഹിക്കുമടാ ചെറുപ്പക്കാരാ. എന്ത് ചെയ്യണമെന്നറിയോ? നിന്റെ കണ്ണിനെ സൂക്ഷിക്കു പൊന്നുമോരോ. ഹറാം കാണുന്നതിനെ തൊട്ടു, അന്യ പെണ്ണിന്റെ ഔറത്ത് കാണുന്നതിനെ തൊട്ടു, അല്ലാഹുവിന് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളെ കാണുന്നതിനെ തൊട്ട് നിന്റെ കണ്ണിനെ സൂക്ഷിച്ചാ മുത്തുനബി നിന്നെ സ്നേഹിക്കും ചെറുപ്പക്കാരാ. എന്റെ
എന്റെ പ്രിയമുള്ള പെങ്ങള് എല്ലാം നിർത്തിക്കോ. ഈ 2019 വിട പറയുമ്പോ നിന്റെ ജീവിതത്തിൽ ചെയ്ത പാപങ്ങൾ മുഴുവനും ഇന്നത്തെ രാത്രി ഇവിടെ ഇരുന്നു കൊണ്ട് കഴുകിക്കളഞ്ഞോ. ഒരുപാട് സിനിമ കണ്ടിട്ടുണ്ട്, ഒരുപാട് സീരിയൽ കണ്ടിട്ടുണ്ട്, ഒരുപാട് സിനിമാ നടന്മാരുടെ ഔറത്ത് കണ്ടിട്ടുണ്ട്, ഒരുപാട് ചെറുപ്പക്കാരുടെ ഔറത്ത് കണ്ടിട്ടുണ്ട്. എല്ലാം അല്ലാഹു പുറത്തു തരും പെണ്ണ്. കാരണം അല്ലാഹു ഗഫൂറാ, അല്ലാഹു റഹീമാ. കടലിന്റെ തിരമാലകളോളം പാപം ചെയ്താൽ നിന്റെ റബ്ബ് പുറത്തു തരുമല്ലോ. അള്ളയല്ലേ പറഞ്ഞത് എന്നോട് ചോദിക്കാറ്, അള്ളയല്ലേ പറഞ്ഞത് നീ എത്ര പാപം ചെയ്താലും പേടിക്കണ്ട, എത്ര വലിയ ദ്രോഹം ചെയ്താലും പേടിക്കണ്ട, എന്നോട് ചോദിക്ക്. എനിക്ക് തൗബ ചെയ്യുന്നവരെ വല്ലാത്ത ഇഷ്ടമാ, എനിക്ക് തൗബ ചെയ്യുന്നവരെ വല്ലാത്ത ഇഷ്ടമാ. ഒരു തെറ്റ് ചെയ്തു, തൗബ ചെയ്തു, പിന്നെയും ചെയ്തു, പിന്നെയും തൗബ ചെയ്തു, പിന്നെയും തെറ്റ് ചെയ്തു, പിന്നെയും തൗബ ചെയ്തു. അല്ലാഹു നിന്നോട് വെറുപ്പല്ല, സ്നേഹം കൂടും പെങ്ങള്. അതുകൊണ്ട് തെറ്റുപറ്റാത്ത ആരുമില്ല, പാപം ചെയ്യാത്ത ആരുമില്ല. പക്ഷേ ചെയ്തുകൊണ്ടിരിക്കുന്ന പാപങ്ങൾ പിന്നെയും പിന്നെയും ചെയ്യുന്നത് നല്ലതല്ല. അതുകൊണ്ടാ മഹാന്മാര് പറഞ്ഞത് ഈമാനില്ലാത്തതിന്റെ അടയാളം അറിയണോ. അതാ മുഫസ്സിരീങ്ങൾ പറയുകയാ, ഈമാനുള്ള ഒരു മനുഷ്യന്റെ അടയാളം പറയട്ടെ. എല്ലാരും മുസ്ലിമീങ്ങളാണ്, നിസ്കരിക്കുന്നവരാണ്, നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരാണ്, കേൾക്കുന്നവരാണ്, നബിയുടെ പേരിൽ സ്വലാത്ത് പറയുന്നവരാണ്. എങ്കിൽ ഈമാനുണ്ടോ? നിങ്ങൾക്ക് ഈമാനുണ്ടോ? ടെസ്റ്റ് ചെയ്യണോ ചെറുപ്പക്കാരാ? നീ ഒരു യഥാർത്ഥ വിശ്വാസിയാണോ? യഥാർത്ഥ വിശ്വാസിയാണോ? ഈമാനുള്ള മനുഷ്യന് രണ്ടടയാളമുണ്ടെന്ന് മഹാന്മാരവിടെന്ന് പഠിപ്പിക്കുകയാ. ഒരു മനുഷ്യന് ഈമാനുണ്ടോ എന്നറിയാൻ രണ്ടടയാളങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഈ പറയുന്ന ഗുണങ്ങൾ എന്റെയോ നിങ്ങളുടെയോ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അവൻ ഈമാനുണ്ട്, ഇല്ലെങ്കിൽ അവൻ ഈമാനില്ല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉറക്ക അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ.